ഹായ് വെൽക്കം ബാക്ക് ടു പിക്സൽ കോമ്പസ്. നമ്മുടെ VN എഡിറ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിചയപ്പെടുന്നത് VN എഡിറ്ററിൽ എങ്ങനെ പല ഓപ്ഷൻസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പല സെറ്റിങ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പല ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ, നമ്മൾ ആദ്യത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടായിരിക്കും ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ പോയി ആദ്യത്തെ വീഡിയോ കാണുക. ഞാൻ ലിങ്ക് മേളിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ നമ്മുടെ പഴയ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഫയൽ, പ്രൊജക്റ്റ് ഫയൽ സേവ് ആയിട്ട് കിടക്കും. നമ്മൾ അതിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്, അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പം അത് നമ്മൾ 2 പീസായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഈ നമ്മുടെ താഴെ കാണുന്ന, അതായത് ആക്ച്വലി നമ്മുടെ VN എഡിറ്ററിൽ നമുക്ക് 5 ലെയർ വരെ സീക്വൻസസ് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ 5 ലെയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു മ്യൂസിക് ഒരു ലെയർ, പിന്നെ ടൈറ്റിൽ ഒരു ലെയർ, ഇമേജ് അല്ലെങ്കിൽ എക്സ്ട്രാ വീഡിയോ ഒരു ലെയർ. അപ്പോൾ ഇങ്ങനെ 5 ലെയർ വരെ നമുക്ക് VNൽ ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു വീഡിയോയും 3 ടൈറ്റിലും ആണെങ്കിലും ഒരു മ്യൂസിക് അങ്ങനെയാണെങ്കിലും 5 ലെയർ ഓക്കെയാണ്. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈറ്റിൽസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വീഡിയോസ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ താഴത്തെ ഇപ്പം ജസ്റ്റ് ഒരു ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് മ്യൂസിക്കോട് കൂടിയ അല്ലെങ്കിൽ വോയിസ് ഓവറോട് കൂടിയ ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് താഴത്തെ ലെയർ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതാണ് മെയിൻ ലെയർ. മുകളിലത്തെ ലെയറിൽ എന്തൊക്കെ ഇട്ടാലും മെയിൻ ലെയറിൽ എന്തെങ്കിലും കൊടുത്തിരിക്കണം. സപ്പോസ് ഇപ്പം നമ്മുടെ മെയിൻ ലെയറിൽ ഇടാൻ നമ്മൾ വീഡിയോ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ബ്ലാക്കോ വൈറ്റോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആഡ് ചെയ്ത്, കാരണം താഴത്തെ മെയിൻ ലെയറാണ് നമ്മുടെ ടൈമിങ്ങിന് എത്രയുണ്ട് നമ്മുടെ ഡ്യൂറേഷൻ വേണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം താഴത്തെ വീഡിയോയിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എത്രയാണ് ഡ്യൂറേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് മേളിലേക്ക് വീഡിയോ എവിടെയൊക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. തൽക്കാലം ഞാൻ മെറ്റീരിയൽ ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നീടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് സാധനങ്ങൾ സ്പോട്ട് ചെയ്യണം, അല്ലെങ്കിൽ സാധനങ്ങൾ പ്ലേസ് ചെയ്യണം, ഇല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 2 വിരൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടൈം ലൈൻ ഇങ്ങനെ സൂം ചെയ്താൽ മതി. സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടൈം വലുതാവും, കുറച്ചുകൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം. അതേപോലെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്നതനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കുന്നത് താഴത്തെ മെയിൻ ലെയറിലേക്ക് വീഡിയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ താഴെ നമ്മൾ ഈ കാണുന്ന സെറ്റിങ്സ്, ഓരോ സെറ്റിങ്സ് എന്താണ്, എന്തിനൊക്കെ വേണ്ടിയാണെന്നുള്ളത്. ഇതിലൊന്ന് ടെംപ്ലേറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി ടെംപ്ലേറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ പിന്നെയുള്ളത് നമ്മൾ കളർ കറക്ഷനാണ്. എങ്ങനെ നമുക്ക് VN ഉപയോഗിച്ച് കളർ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി VNലൊരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അവർ കുറേ നല്ല അടിപൊളി ഫിൽറ്റേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് കാണാം, ഓരോ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇത് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫിൽറ്റർ നിങ്ങൾ ആഡ് ചെയ്തു, ആ ഫിൽറ്ററിന് ഇത്ര ഇൻറ്റൻസിറ്റി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അതിനാണ് ഇൻറ്റൻസിറ്റി ബാർ ഉള്ളത്. പിന്നെ താഴെ നമുക്ക് കാണാം ഒരു ക്ലോസ് ബട്ടൺ, അപ്ലൈ ടു ഓൾ, ഒരു സിംഗിൾ ടിക്ക്. അപ്ലൈ ടു ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സീക്വൻസിൽ, നമ്മുടെ മെയിൻ സീക്വൻസിൽ ശരിക്കും നമുക്ക് 2 വീഡിയോസ് ഉണ്ട്. 2 വീഡിയോസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അപ്ലൈ ടു ഓൾ കൊടുക്കുമ്പോൾ ഇതിലും വർക്കാവും, സെക്കൻഡ് വണ്ണിലും അത് ഓട്ടോമാറ്റിക്കലി എന്തായിരുന്നു നമ്മൾ അവിടെ സെറ്റ് ചെയ്തത് അത് ഇവിടെയും വർക്കാവും. അതല്ല ഫസ്റ്റ് വീഡിയോയിൽ മാത്രം മതിയെങ്കിൽ ആ വീഡിയോ മാത്രം സെലക്ട് ചെയ്യുക, ഫിൽറ്റർ എടുക്കുക, ആ ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക, അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മുടെ താഴത്തെ സീക്വൻസിലുള്ള എല്ലാ വീഡിയോസിലും അത് അപ്ലൈ ആവും. ഇല്ലെങ്കിൽ സിംഗിൾ വീഡിയോയിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ. അതായത് സിംഗിൾ ടിക്കാണ്. കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അത് അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഒറിജിനൽ ഫുട്ടേജ്, നിങ്ങൾക്ക് കിട്ടിയ ഒറിജിനൽ ഫുട്ടേജ് നിങ്ങൾക്ക് തന്നെ കളർ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് കറക്റ്റ് ചെയ്യണം, എക്സ്പോഷർ കറക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് കറക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ സാച്ചുറേഷൻ കറക്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് സെപ്പറേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതാണ് അഡ്ജസ്റ്റ് എന്നുള്ള ആ ഒരു ഫിൽറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എടുത്ത വീഡിയോ കൂടുതൽ എക്സ്പോഷർ ആയി പോയെങ്കിൽ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള രീതിക്കുള്ള സെറ്റിങ്സ് നമുക്ക്
കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ സീക്വൻസിൽ ഒരു സീക്വൻസിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ സിംഗിൾ ടിക്ക്, എല്ലാ സീക്വൻസിനും സെയിം സെറ്റിംഗ്സ് ആണ് കൊടുക്കേണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുക്കുക. ഓക്കെ, ഇതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇത്രയും അപ്ലൈ കൊടുത്തു. അതായത് ഇത് നോക്കി അറിയാം നിങ്ങൾക്ക് ഈ സീക്വൻസിനും വ്യത്യാസമുണ്ട്. കണ്ടോ, ആദ്യത്തെ സീക്വൻസിന് മാത്രം ഞാൻ സിംഗിൾ ടിക്ക് കൊടുത്തത് കൊണ്ട് അതിൽ മാത്രം അപ്ലൈ ചെയ്ത് ഇതിൽ വന്നിട്ടില്ല. അപ്പം അതല്ല എനിക്ക് എല്ലാത്തിലും വരണം ആ ഫീച്ചർ എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റിൽ കൊടുത്തിട്ട് ഇവിടെ അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ സീക്വൻസ് മാറിയാലും ആ കളർ കറക്ഷൻ നമുക്ക് എല്ലാത്തിലും കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡും ഇതേപോലൊക്കെ എല്ലാം ആണ്. ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ സീക്വൻസ് ആണ് നമ്മുടെ താഴത്തേനകത്ത് കിടക്കുന്നതെങ്കിൽ ഓരോ സീക്വൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സ്പീഡിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. കർവ് വെച്ചിട്ട് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, റെഗുലർ സ്പീഡ് അഡ്ജസ്റ്റ് ഉണ്ട്, അതായത് സ്ലോ മോഷൻ അല്ലെങ്കിൽ അത് എത്ര ശതമാനം, എത്ര മടങ്ങ് സ്പീഡ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കർവ് ഉപയോഗിക്കുന്നതൊക്കെ ശരിക്കും കർവ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം സ്പീഡ് റാമ്പിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ കർവ് ഉപയോഗിച്ചിട്ട്. അതായത് നമ്മൾ ചില മൂവീസിലൊക്കെ ഉണ്ടല്ലേ സ്പീഡിൽ വന്നിട്ട് ഒന്ന് സ്ലോ ആയി പിന്നെ സ്പീഡിൽ പോകുന്ന, അങ്ങനെ അതാണ് സ്പീഡ് റാമ്പിങ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതിന് തന്നെ കുറേ പ്രീസെറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നീടുള്ളത് നമുക്കറിയാം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വീഡിയോ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ട്രിം ഓപ്ഷനും നമുക്കറിയാം. ആക്യുറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ഈ സാധനം, അതായത് നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ആ സീക്വൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്ന സംഭവമാണ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജസ്റ്റ് അത് പ്ലോട്ട് ചെയ്യുമ്പം ഓരോരോ പ്രീസെറ്റ് എഫക്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പിൻ ആൻഡ് നാരോ ഡൗൺ ഇങ്ങനത്തെ ഒരു എഫക്ട്സ് കൊടുത്തു. അപ്പോൾ ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ എഫക്ട്സിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഗ്രീൻ കളറിൽ വരുന്നതാണ് നമ്മുടെ എഫക്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഏത് ഭാഗത്താണ്, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ആയതിന് ശേഷം ആണ് എഫക്ട്സ് മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതല്ല വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എഫക്ട്സ് വേണമെങ്കിൽ ഇതിന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് വീഡിയോ പ്ലേ ആകുമ്പോൾ തന്നെ എഫക്ട്സോട് കൂടി പ്ലേ ആവും. അത് കഴിഞ്ഞ് നമ്മുടെ നോർമൽ വീഡിയോ അങ്ങനെയാണ് പോകുക. അത് നമുക്ക് എത്ര നീളത്തിൽ എഫക്ട്സ് നിൽക്കണം വേണ്ടാന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എഫക്ട്സ് ആഡ് ആയി കഴിയുമ്പോൾ അറിയാം ഇങ്ങനെ ഒരു ഗ്രീൻ. അപ്പോൾ ഒരു സീക്വൻസിൽ നമുക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസിൽ തന്നെ 2 എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആ സീക്വൻസ് ജസ്റ്റ് എടുക്കുക, ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക, അത് സെപ്പറേറ്റ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് എടുക്കുക, അപ്പോൾ അതിന് രണ്ടാമതൊരു എഫക്ട്സ് കൊടുക്കുക. പിന്നീടുള്ളത് ഡിലീറ്റ് ആണ്. അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റും കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സീക്വൻസ് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ആവും. റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പം 2 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്, റീപ്ലേസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗാലറി പോവും. ഗാലറി പോയിട്ട് സെയിം അതിനോട് അതേ സീക്വൻസിലുള്ള അതേ സെക്കൻഡിലുള്ള നമ്മൾ എടുക്കുന്ന ഏത് വീഡിയോ സെലക്ട് ചെയ്താലും കറക്റ്റ് ആ വീഡിയോയുടെ ഫസ്റ്റ് 2.4 സെക്കൻഡ് മാത്രം കട്ട് ചെയ്തായിരിക്കും നമുക്ക് അവർ തരുന്നത്. പിന്നീടുള്ളതിനകത്ത് വോളിയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് വ്യത്യാസമുള്ള, ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. പിന്നെ BG എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫുൾ ഫ്രെയിമിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ടോ, ജസ്റ്റ് ആ വീഡിയോ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വന്ന് നിൽക്കും, ബാക്ക്ഗ്രൗണ്ടിനകത്താണ്. അപ്പോൾ നമുക്ക് ആ കളറൊക്കെ സെറ്റ് ചെയ്യാം ഇവിടെ നമുക്കനുസരിച്ച്. ഇവിടെ അതില്ലെങ്കിൽ നമുക്ക് വേണ്ട കളർ ഇല്ലെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡ് കൊടുക്കാം, കളർ കോഡ് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. പിന്നീടുള്ളത് ക്രോപ്പ് ഓപ്ഷനാണ്. ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോ ഫുള്ള് വേണ്ട, വീഡിയോയുടെ ഒരു ഭാഗം മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ഒന്ന് ഇങ്ങനെ 2 കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രോപ്പ് ചെയ്ത ഭാഗം മാത്രമേ പിന്നെ നമുക്ക് കാണുള്ളൂ. അപ്പോൾ ഒന്ന് ഓറിയൻറ്റേഷൻ മാറ്റിയെടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്രോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പം ക്രോപ്പ് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ടിക്ക് ബട്ടൺ കൊടുക്കുക. അത് നമുക്ക് ഓരോരോ റേഷ്യയിലും ചെയ്യാൻ പറ്റും. ക്രോപ്പ് കഴിഞ്ഞാൽ പിന്നെ മിറർ എന്നുള്ള ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലിപ്പ് ഉണ്ട്, മിററിങ് ഉണ്ട്. പഴയ മോഡിൽ തന്നെ കൊണ്ടുവരുന്നത്. പിന്നുള്ളൊരു ഓപ്ഷനാണ് ഫ്രീസ് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ പ്ലേ ആയി, അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ഒരു സീക്വൻസ് ഒരു 5 സെക്കൻഡത്തേക്ക് ഫ്രീസ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എവിടെ വെച്ചാണോ നമുക്ക് ഫ്രീസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ഫ്രീസ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവരത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിന് ശേഷമുള്ള, അതായത് നമ്മുടെ ആ വീഡിയോ അവിടെ നിന്ന് കട്ടാവുകയാണ്. എന്നിട്ട് അതിന് ശേഷമുള്ള അത്രയും സീക്വൻസ് ഒരു ഇമേജ് പോലെ ഫ്രീസായി കിടക്കും. അതാണ് ഫ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അവിടെ വരുമ്പോൾ അത് ഫ്രീസ് ആയിരിക്കും, എന്നിട്ട് ബാക്കി റണ്ണാവും. അതങ്ങനെയാണ് ഫ്രീസ് ചെയ്യാം. റിവേഴ്സ് നമുക്കറിയാം. ഇതിപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ പോവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പോട്ട് നടക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് പുറകോട്ട് നടക്കുന്ന രീതിയിലാക്കണമെങ്കിൽ ജസ്റ്റ് റിവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലോഡുള്ള വീഡിയോ ആണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യും. ഇപ്പം നമുക്കിത് ഇപ്പോൾ സർക്കാർ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിലീറ്റ് ചെയ്യുകയാണ്. ഫ്രീസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോകുന്നു. അപ്പം നമ്മൾ റിവേഴ്സ് ചെയ്ത വീഡിയോ റിവേഴ്സിലോട്ട് വരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഈ എഫക്ട്സ് വേണ്ട എന്നെങ്കിൽ എഫക്ട്സ് ടാബിൽ പോവുക. എന്നിട്ട് ഇവിടെ നോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ എഫക്ട്സ് റിമൂവ് ആവും. ഇത് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നു. സ്ലോ മോഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ വീഡിയോ സ്ലോ മോഷനിൽ റിവേഴ്സ്. അപ്പം ഇത്രയും എഫക്ട്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ സൂം എന്നുള്ള എഫക്റ്റാണ്. സൂം എന്നുള്ള എഫക്റ്റ് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഇപ്പം സൂം ഇൻ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സൂമായി വരുന്ന ഒരു എഫക്ട്സാണ്. അത് നിങ്ങൾക്ക് കൊടുക്കാം. അത് ഒത്തിരി ഉണ്ട്. മൂവ് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇൻബിൽഡ് ഓപ്ഷൻസാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഈ ഉള്ള മെനൂസ് നമുക്ക് ഉപയോഗിച്ചാൽ പോരാ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെനൂസും കീ ഫ്രെയിംസും ഒക്കെ ഈ വീഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രെയിം ഇപ്പോൾ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഫോർവേഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആ ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ മൊത്തത്തിൽ, ആ വീഡിയോ മാത്രമായിട്ട്, ഓഡിയോ ഇല്ലാതെ വീഡിയോ മാത്രമായിട്ട് മേളത്തെ ലെയറിലേക്ക് അത് ആഡ് ചെയ്യുകയാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് താഴെയാണെങ്കിലും ബ്ലെൻഡിങ് ഓപ്ഷന്, മാസ്ക്, അങ്ങനത്തെ കുറേ എക്സ്ട്രാ ഓപ്ഷൻസ് ഒക്കെ, ഫിറ്റ് ഓപ്ഷൻസും അതേപോലെ നമ്മുടെ സീക്വൻസ് സെലക്ട് ചെയ്യുമ്പോഴും കുറേ 2 ഓപ്ഷൻസ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം ഈ ഓപ്ഷൻസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ഇതെന്താണ്, ഇപ്പം എങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന പാർട്ടുകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഉള്ള, അതായത് നോർമൽ സീക്വൻസിലുള്ള സെറ്റിങ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ടോപ്പ് സീക്വൻസിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ കീ ഫ്രെയിം കൊടുക്കാമെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇതേപോലെയുള്ള ഫ്രണ്ട്സ്, ഫോണിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരേക്കും ബൈ.